എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ മിക്സ്ചറാണ്. അവരുടെ ഒരു മൂങ്ദാൽ നംകീൻ എന്നാണ് ഇതിൻ്റെ പേര്. അത് നമ്മൾക്ക് ഷോപ്പുകളിൽ ചെറിയ ചെറിയ പാക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും. നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇതിൻ്റെ റെസിപ്പി അറിയില്ല. ഇത് മൂങ്ദാലാണോ ചെറുപയർ പരിപ്പാണോ ഇനി ഉഴുന്നാണോ എന്ന് വരെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല, ഇത് ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇത് ഇഷ്ടമല്ല, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നന്നായിട്ട് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പീസാണ്. എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള മിക്സർ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കും. കഴുകി വൃത്തിയാക്കിയ ചെറുപയർ പരിപ്പിലേക്ക് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കുക. നിറയെ വെള്ളമൊഴിച്ച് വയ്ക്കുക കുതിരാനായിട്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക. നന്നായിട്ട് ഇത് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കുക. ഇപ്പോൾ വെള്ളത്തിലിട്ടിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നന്നായി കഴുകിയിട്ട് ഊറ്റിയെടുക്കുക. ഇട്ടിട്ട് നന്നായി ഊറ്റിയെടുത്തതിന് ശേഷം വെള്ളം മുഴുവനും കളയുക. അടുത്തതായി ചെയ്യേണ്ടത്, നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് അതിലേക്ക് ഈ ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് നന്നായി ഉണക്കിയെടുക്കുക. ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. വെള്ളം മുഴുവനും പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തുണിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് പരത്തിയിടുക. അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തുണി വലിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വറുത്തെടുക്കാനുള്ളത്. നന്നായി ഡ്രൈ ആവട്ടെ. പരിപ്പ് നന്നായിട്ട് ഉണങ്ങിക്കിട്ടി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ എണ്ണ ഒഴിച്ചു. അത് ചൂടായതിന് ശേഷം നമുക്ക് ചെറുപയർ പരിപ്പ് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ട് ചൂടായ എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചിങ്ങനെ പൊക്കുക. ഇങ്ങനെ നന്നായി ഫ്രൈ ആയി വന്നു. ഇനി ഇത് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ആയത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മാറ്റാം. എണ്ണ മുഴുവനും അത് വലിച്ചെടുക്കും. അധികം എണ്ണ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേറൊരു ട്രേയിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ നിരത്തി വെച്ചിട്ട് അതിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എണ്ണ പോവുകയും ചെയ്യും. വേണമെങ്കിൽ ഒരു തുണിയിലും ഇടാം. തുണിയാണ് ഏറ്റവും നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കുക. പക്ഷേ ഞാനിതിവിടെ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് എണ്ണ കംപ്ലീറ്റ് പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുക. വറുത്തെടുക്കുന്ന പണിയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ കഴിക്കുമ്പം വിചാരിക്കുക ഇതെന്തോ ഒരു സംഭവമാണ്, എന്താ അത്. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ഈ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതുണ്ടാക്കണം, ഇത് വേണം എന്ന് എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറ്റിക്കും. കുറച്ചുകൂടി വലിയ അരിപ്പയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. വലിയ ചീഞ്ചട്ടിയൊക്കെയാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് കുറച്ചായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇത് ചെറിയ പരിപ്പായതുകൊണ്ട് ഒന്നിച്ചിട്ട് എണ്ണയിലിടാൻ പറ്റില്ല. കാരണം അങ്ങനെ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതിങ്ങനെ എടുത്ത് കുറച്ചിങ്ങനെ മുക്കുക, ചൂടുള്ള എണ്ണയിൽ മുക്കുക, കുറച്ച് പൊക്കുക, അങ്ങനെ ചെയ്ത് വറുത്തെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മല്ലിയില വറുത്തെടുക്കുക.
എടുത്തു വെച്ച മൂങ്ദാൽ, ചെറുപയർ പരിപ്പ് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള മിക്സ്ചർ റെഡിയായി. ഇത് ചെറിയ ചെറിയ പാക്കറ്റിൽ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു റെസിപ്പി കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. കുറച്ച് ഫ്രൈ ചെയ്യേണ്ട സമയം മാത്രമേ കുറച്ച് സമയം പോകുന്നുള്ളൂ. അല്ലാതെ വളരെ സിമ്പിൾ റെസിപ്പിയാണത്. എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. പിന്നെ ഇളം ചൂടുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് കാലാനമക്ക്, ബ്ലാക്ക് സോൾട്ടാണ് ഇടുന്നത്. അതിന് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാനാണ്. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മൂങ്ദാൽ നംകീൻ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ആ കാലാനമക്ക് ഇട്ടിട്ട്. ഈ ബ്ലാക്ക് സോൾട്ടിന് കുറച്ച് ഉപ്പുരസം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. ഭയങ്കരമായിട്ട് ഉപ്പുരസം കൂടുതലുണ്ട്. അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്യുക. വറുത്തെടുത്ത മല്ലിയില അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. സാധാരണ ഒരു മിക്സറിലും ഇങ്ങനെ കണ്ടിട്ടില്ല മല്ലിയില ചേർക്കുന്നത്. ഇതിന് മാത്രമേ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്യുക. ആവശ്യം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഉപ്പ് കുറച്ച് ചേർക്കുക. ഉപ്പും ചേർക്കുക. ഇളം ചൂടുണ്ട് ഇതിന്. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചാട്ട് മസാല അതും ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. മൂങ്ദാൽ നംകീൻ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ മൂങ്ദാൽ, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു വിഭവമാണത്. മൂങ്ദാൽ നംകീൻ എന്നാണ് പറയുന്നത്.